നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല നൃത്തവുമായി എത്തിയിരിക്കുന്നത്. കൊല്ലം സ്വദേശിനിയായ ഹൃദ്യ DKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ BA ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ്. സംഗീത ലോകത്തിനും കലാകാരന്മാർക്കും സമർപ്പണമായാണ് ഹൃദ്യ തന്റെ നൃത്തം ഒരുക്കിയിരിക്കുന്നത്. സംഗീതമേ അമര സല്ലാപമേ, ആനന്ദം അനന്താനന്ദം എന്നീ 2 ഗാനങ്ങളുടെ ഫ്യൂഷൻ ഡാൻസ് ആണ് ഹൃദ്യ അവതരിപ്പിക്കുന്നത്. തന്റെ നാട്ടിലെ ശോചനീയ അവസ്ഥയിലായ ഒരു പുഴയാണ് ഹൃദ്യ സാമൂഹിക വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹൃദ്യയ്ക്കും ക്വസ്റ്റ് ഫോർ ദ ബെസ്റ്റിന്റെ പ്രേക്ഷകർക്കും ആശംസകളുമായി എത്തുന്നത് മലയാള യുവ മനസ്സുകളുടെ പ്രിയ താരമായ ടെലിവിഷൻ അവതാരകനും നടനായും ഗായകനായും എത്തി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഗോവിന്ദ് പത്മസൂര്യ എന്ന നമ്മുടെ സ്വന്തം CP. ഇരുവരെയും നമുക്ക് ക്വസ്റ്റ് ഫോർ ദ ബെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ക്വസ്റ്റ് ഫോർ ദ ബെസ്റ്റ്. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹൃദ്യ വിളിച്ച് ക്വസ്റ്റ് ഫോർ ദ ബെസ്റ്റ് എന്ന കേരള വിഷന്റെ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാനിടയായി. വളരെ മനോഹരമായിട്ടുള്ളൊരു പദ്ധതിയാണത്. ഒരു സോഷ്യൽ മെസ്സേജ് കൂടെ ഷെയർ ചെയ്യോ എന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ 6 മാസമൊക്കെ ആയിട്ട് വളരെ പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെയൊക്കെ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പല ആളുകളും ഒരുപാട് നിരാശപ്പെട്ടിരിക്കുകയാണ്. അവർ വിചാരിക്കാത്ത വെല്ലുവിളി അവരുടെ ലൈഫിൽ വന്ന സമയത്ത് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്ത, അല്ലെങ്കിൽ നിരുത്സാഹപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരെ കാണാനിടയായി. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, ഞാൻ ഹാപ്പിനെസ് പ്രൊജക്ട് തുടങ്ങിയപ്പോൾ, ഹാപ്പിനെസ് ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് GP ചേട്ടാ മറ്റുള്ളവരെ ഇങ്ങനെ ഹാപ്പി ആക്കുന്നത്, എങ്ങനെയാണ് GP ചേട്ടാ ഇങ്ങനെ ഹാപ്പി ആയിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എൻ്റെ പരിമിതമായ അറിവും അനുഭവവും വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ, അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ കൊടുക്കുന്തോറും ഏറിടും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ ആണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മൾ നിസ്വാർത്ഥമായി എന്ത് ചെയ്യുമ്പോഴും ഹാപ്പിനെസ് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതെനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരെ ഏതെങ്കിലും ചെറിയ വലിയ കാര്യങ്ങളാവാം, മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരു ചെറിയ ചെടി വെക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അത് മറ്റുള്ളവർക്കും കൂടി വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. എല്ലാ ദിവസവും നമ്മൾ എഴുന്നേറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുമ്പോൾ മുതൽ സന്തോഷം നമ്മളെ പിന്തുടർന്ന് തുടങ്ങും. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ ലൈഫിലും ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ സാധിക്കട്ടെ. അങ്ങനെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫ് കൂടുതൽ അർത്ഥവത്താവും, കൂടുതൽ സന്തോഷകരമായി മാറും. എന്തായാലും ക്വസ്റ്റ് ഫോർ ദ ബെസ്റ്റ് എന്ന ഈ പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിൽ 2ാം ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഹൃദ്യയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കട്ടെ. ഹൃദയ വിജയിക്കാൻ സാധിക്കട്ടെ. ഈ സമൂഹത്തിന് ഒരുപാട് പേർക്ക് നന്മകൾ ചെയ്യാൻ സാധിക്കട്ടെ. ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും ഹൃദയയ്ക്കും മനസ്സിൽ തൊട്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നമസ്കാരം. ഇത് 2ാം തവണയാണ് ഞാൻ ക്വസ്റ്റ് ഫോർ ദ ബെസ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിലെത്തുന്നത്. എൻ്റെ പേര് ഹൃദ്യ. ഇത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട കിളികൊല്ലൂർ ആറാണ്. പണ്ട് നല്ല തെളിഞ്ഞ വെള്ളവും നിറയെ മീനുകളുമൊക്കെയുള്ള ആറായിരുന്നു ഇത്. ആളുകൾ ഇതിൽ കുളിക്കാൻ ഇറങ്ങുമായിരുന്നു എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ഇതൊന്നും കാണാനോ അനുഭവിക്കാനോ ആസ്വദിക്കാനോ ഉള്ള ഭാഗ്യമൊന്നും ഞങ്ങളുടെ തലമുറയ്ക്കില്ല. ഇന്നിതിൻ്റെ അവസ്ഥ കണ്ടോ? ഇതിൻ്റെ താളവും ഒഴുക്കും ആത്മാവും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിന് കാരണം ആരാണെന്നും എന്താണെന്നുമുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ എത്രയെത്ര ജലാശയങ്ങൾ. ഇത് പ്രകൃതി ചൂഷണത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇതിനെതിരെ ഭൂമി ഇടയ്ക്കിടയ്ക്കൊന്ന് പ്രതികരിക്കും, പ്രകൃതി ദുരന്തങ്ങളുടെ രൂപത്തിൽ. ഈ അവസരത്തിൽ ഒരു കവിതയുടെ ഏതാനും വരികൾ എനിക്ക് ഓർമ്മ വരുന്നു. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? എന്നാൽ ഇന്ന് നമ്മൾ മറ്റൊരു ദുരന്തത്തിൻ്റെ പിടിയിലായിട്ട് ഏകദേശം 10 മാസത്തോളമായിരിക്കുന്നു. ഈ മഹാമാരിയുടെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളിൽ ഒരു വിഭാഗമാണ് ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഭാഗമായി ഉപജീവന മാർഗം നടത്തിവരുന്ന കലാകാരന്മാർ. ഇന്നത്തെ എൻ്റെ നൃത്തം കലയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എൻ്റെ ഗുരുക്കന്മാർക്കും ഞാൻ സമർപ്പിക്കുന്നു. ഈ അവസരം ഒരുക്കി തന്ന കേരള വിഷനും ക്വസ്റ്റ് ഫോർ ദ ബെസ്റ്റിനും
ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. നന്ദി. കൊല്ലം അയത്തിൽ സൗപർണിക ഡാൻസ് അക്കാഡമിയിലാണ് ഞാൻ നൃത്തം അഭ്യസിക്കുന്നത്. ഇതാണ് എൻ്റെ ഗുരുക്കന്മാർ. രാജേന്ദ്രൻ നായർ, ചെന്നൈ. ഇത് കലാമണ്ഡലം, മായ രാജേന്ദ്രൻ. നമസ്കാരം. കഴിഞ്ഞ 32 വർഷക്കാലമായി കൊല്ലം അയത്തിൽ കേന്ദ്രീകരിച്ച് ഞങ്ങൾ നടത്തിവരുന്ന സൗപർണിക ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമിയിൽ 4 വയസ്സു മുതൽ നൃത്തം അഭ്യസിക്കുന്ന കുട്ടിയാണ് ഹൃദ്യ ദിനേശ്. സംസ്ഥാന യുവജനോത്സവ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹയായിട്ടുള്ള കുട്ടിയാണ് ഹൃദ്യ. ഈ COVID-19 എന്ന മഹാമാരിയുടെ ഈ അവസരത്തിൽ നാടെങ്ങും നടുങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കലാരംഗത്ത് നിൽക്കുന്ന ഒരുപാട് കലാകാരികളെയും അവരുടെ പിന്നിൽ നിൽക്കുന്ന അധ്യാപകരെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള വിഷൻ നടത്തുന്ന ഈ സംരംഭത്തെ ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിന്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. ആദിമ ചൈതന്യ നാഭിയിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ, ആദിമ ചൈതന്യ നാഭിയിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ, രചനാ ചതുരൻ ചതുർമുഖനുണർന്നു, സർഗം തുടർന്നു, കലയിലൊരു സ്വർഗം വിടർന്നു, മധുര മധു സുമനളിനദള കഥനഹര മധുലതര ഹൃദയ സദന ലതികയണിഞ്ഞ സംഗീതമേ അമര സല്ലാപമേ. ദിടി ദിടി താകെ ദിടി കിടത ദിടി താകെ ദിടി കിടത ദിടി കിടത ദിടി കിടത ദിടി താകെ ദിടി കദ ധാന ധാന ധ ദിടി കദ ധാന ധാന ധ ദിടി കദ ധാന ധാന ധ. അനുദാത്ത മുദാത്ത സ്വരിത പ്രജയം താണ്ഡവ മുഖരലയ പ്രഭവം പ്രണവാകാരം സംഗീതം. അഗനും ദനും ദും ദദഗഗനും ദനും ദും ദദഗഗനും ദനും ദും ദദഗഗ അഗനും ദനം ദും ദദഗഗനും ദനം തയയനും ദനം ദും ദദയയനും ദും ദനം തയയനും ദും ദനം തയയനും ദും ദനം ദ. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം, ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. പരിധനി ഭരിച്ച വിധനി പമസദ്നീനി ധനി പമരി നിപ്പ പരിധനി ഭരിച്ച വിധനി പമസദ്നി ധനി പമരി നിപ്പ പരിധനി
దని బరి ఇదని బమ సని బమరి మరి దని బరి దని బమ సని బమ ఇదని బమ సని బమరి ని బమరి సని బమరి ని బమరి సరి మపని ఆనందం ఆనందానందం జగదానందం సంగీతం ఆనందం ఆనందానందం జగదానందం సంగీతం సంగీతం సంగీతం